2025 ഇപ്പോൾ അവസാനത്തെ മാസം നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും കാനഡ ഗവൺമെൻറ് എങ്ങനെയുള്ള ആൾക്കാരെയാണ് PR കൊടുക്കുന്നത് എന്നുള്ളതും ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. മെയിനായിട്ട് ഇപ്പോൾ ലാസ്റ്റിലത്തെ ഒരു റോ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്ത ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ PR കൊടുത്തേക്കുന്നത് പോലും. അതായത് ഒരു 6000 പേർക്കാണ് അവർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തേക്കുന്നത്. ബാക്കിയുള്ള കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, അതായത് സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ കാനഡയിൽ വന്നതിന് ശേഷം വർക്ക് പെർമിറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഇൻവിറ്റേഷൻ കൊടുത്താവട്ടെ വെറും 1000 പേർക്ക് മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ 2026 ഇമിഗ്രേഷൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ CRSൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 500 മുകളിൽ സ്കോർ ഉള്ളവരുടെ നമ്പർ എന്ന് പറയുന്നത് ഏകദേശം 26,000 കവിഞ്ഞിട്ടുണ്ട്. ഈ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൻ്റെ ഒരു ഡ്രോ ഒക്കെ കണ്ടക്ട് ചെയ്തപ്പോൾ ആദ്യമായിട്ട് 500 മുകളിലൊക്കെ ഇൻവിറ്റേഷൻ വിളിക്കാൻ തുടങ്ങിയ സമയത്ത് അന്ന് ആ CRS 500 മുകളിലുള്ളവരുടെ നമ്പർ എന്ന് പറയുന്നത് 20,000 ഒക്കെ ആയിരുന്നു. അന്ന് പലരും പ്രതീക്ഷിച്ചിരിപ്പുണ്ടായിരുന്നു ഈ 500 മുകളിലൊക്കെ സ്കോർ കുറഞ്ഞ് ഒരു 480, 490 ഒക്കെ വിളിക്കുമെന്നുള്ളത്. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ CRS സ്കോർ 500 മുകളിലുള്ളവരുടെ എണ്ണം കൂടാൻ തുടങ്ങുകയാണ് ചെയ്തത്. അത് 20,000-ൽ നിന്ന് 22,000-ഉം 24,000-ഉം ഒക്കെ കവിഞ്ഞ് ഇപ്പോൾ അത് 26,000-ലാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് 2026-ലെ ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൻ്റെ ഡ്രോ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും 500-ന് താഴെ സ്കോറിൽ ഒരു ഡ്രോ കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനൊരു മറ്റൊരു കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരാണ് കാനഡയിലൊരു റൂറൽ ഏരിയയിലൊക്കെ പോയിട്ട് ഒരു ഇൻഡിമാൻഡായിട്ടുള്ള ജോബുകൾ അത് കുറച്ച് നാളത്തേക്കെങ്കിലും അങ്ങനെ ഒരു വർഷമൊക്കെ ജോലി ചെയ്തിട്ട് എങ്ങനെ ഒരു PR നേടാനുള്ള ശ്രമം പലരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാനഡയുടെ എന്തൊക്കെ സ്പെസിഫിക്കേഷൻസ് ആണോ അവർ പറയുന്നത് അതൊക്കെ മീറ്റ് ചെയ്യാനുള്ള എലിജിബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഓൾറെഡി കാനഡയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഒരു കാരണവശാലും അവരുടെ ഒരു സ്കോറൊന്നും കുറയ്ക്കാൻ സാധ്യതയില്ല. ഇതുകൂടാതെ തന്നെ കാനഡ ഗവൺമെൻറ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റൊരു കാറ്റഗറിയാണ് ഒരു നോമിനേഷൻ പ്രോഗ്രാം വഴി ആൾക്കാരെ എടുക്കുന്നു എന്നുള്ളത്. അതായത് പല ആൾക്കാരും പല പ്രൊവിൻസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ കൂടുതലും ഒണ്ടാരിയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളംബിയ പോലത്തെ ഒരു പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കാതെ അവർ വേറെ പല പ്രൊവിൻസിലേക്ക് മൂവ് ചെയ്യുകയും അങ്ങനെ ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ അത് സ്റ്റേബിളായിട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു പ്രൊവിൻസിൽ മാത്രം ഒരു കൂടുതലൊരു ജോബിനൊക്കെ ഉള്ളൊരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഒന്നും കൂടാതെ പല പ്രൊവിൻസിലേക്ക് അവർ മൂവ് ചെയ്യുമ്പോൾ എല്ലാ പ്രൊവിൻസും ഒരേപോലെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും എന്നൊക്കെ കണ്ടിട്ടാണ് കാനഡ ഗവൺമെൻറ് ഇപ്പോൾ നോമിനേഷൻ പ്രോഗ്രാംസിനൊക്കെ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇതുകൂടാതെ തന്നെ കാനഡ ഗവൺമെൻറ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മറ്റൊരു കാറ്റഗറിയാണ് ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ ഒരു പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ് കാനഡയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചുമാണ് എന്നുള്ളത്. ഇപ്പോൾ ഫ്രഞ്ച് ലാംഗ്വേജ് അറിയാവുന്നവരുടെ എണ്ണം ഓരോ ദിവസം കുറഞ്ഞു വരികയാണ്. അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ കാനഡയിലേക്ക് പുതിയ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർ അവരോട് ഫ്രഞ്ചോട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ അവസരം കൊടുക്കാം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചത്. ഇപ്പോൾ റീസെൻ്റായിട്ട് നവംബറിലെ ഡ്രോ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഫ്രഞ്ച് ലാംഗ്വേജ് ഏകദേശം 6,000 പേരെയാണ് ഒരു ഡ്രോയിൽ തന്നെ അവരെടുത്തേക്കുന്നത്. ഇനി 2026-ലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മറ്റൊരു കാറ്റഗറിയാണ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ ഫീൽഡിലേക്ക് നേരെ ചെന്ന് കയറാൻ പറ്റുന്ന ഒരു ഫീൽഡല്ല. ആദ്യം തന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമേ ആ ഫീൽഡിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾക്കും കിട്ടാവുന്ന ഒരു അവസരങ്ങളാണ് ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി പ്രൂവ് ചെയ്യുകയോ അതല്ലെങ്കിൽ നോമിനേഷൻ പ്രോഗ്രാം ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ട് ആ വഴി PR നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നതൊക്കെ. 2026-ലെ ഇമിഗ്രേഷൻ പ്ലാൻ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് കാനഡ ഒരു കാരണവശാലും ഇമിഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ അവർ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇവിടെ കാനഡയുടെ ഒരു ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ PR കൊടുക്കത്തുള്ളൂ എന്നുമുണ്ട്. മുൻ വർഷങ്ങളിലൊക്കെ അതായത് ഒരു 2000-ന് മുമ്പൊക്കെ പല ആൾക്കാരും ഇവിടുത്തെ ഒരു ഹെൽത്ത് സിസ്റ്റമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം PR ഒക്കെ എടുത്തിട്ട് തിരിച്ച് നാട്ടിൽ പോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മിഡിൽ ഈസ്റ്റ് കൺട്രീസിലൊക്കെ പോയി വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഗവൺമെൻറ് ഇപ്പോൾ നല്ല രീതിയിൽ സൂക്ഷ്മമായിട്ട് അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ, അതായത് ഇവിടെ ജെന്യുവിനായിട്ട് ഇവിടുത്തെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അവർ PR കൊടുക്കുന്ന പോലും ഉള്ളൂ. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.